ന്യൂഡൽഹിയിലേക്കാണ്. കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. റെയിൽവേ സ്റ്റേഷനിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് അവിടെ 11 സ്ത്രീകളും 4 കുട്ടികളും ഉൾപ്പെടെ 18 പേർ അവർ മരിച്ചിരുന്നു. 50ഓളം പേർ പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിലാണ്. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് റെയിൽവേ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെയിൽവേയെ കുറ്റപ്പെടുത്തിയാണ് ഡൽഹി പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. രാജ്യത്ത് തന്നെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. ഒരു ദിവസം 250 മുതൽ 275 വരെ ട്രെയിൻ സർവീസുകളാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്നത്. ഏത് സമയത്തും തിരക്കേറിയ പ്ലാറ്റ്ഫോമുകൾ, അതുതന്നെയാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. രാജ്യത്തെ ഏറ്റവും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ പ്രതിദിനം 5 ലക്ഷത്തിനും 6 ലക്ഷത്തിനും ഇടയ്ക്ക് യാത്രക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്ക്. എന്നാൽ ഇവിടെ പോലും തിരക്ക് നിയന്ത്രിക്കുന്നതിനോ യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനോ അധികൃതർക്ക് കഴിയുന്നില്ലെന്നാണ് കഴിഞ്ഞ ദിവസമുണ്ടായ അപകടം വ്യക്തമാക്കുന്നത്. 2 ട്രെയിനുകൾ വൈകി പ്രയാഗ്രാജിലേക്ക് ഒരു പ്രത്യേക തീവണ്ടി കൂടി പ്രഖ്യാപിച്ചു. ഇതോടൊപ്പമാണ് 12-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തേണ്ടിയിരുന്ന ട്രെയിൻ 16-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയതായുള്ള അവസാന നിമിഷത്തെ പ്രഖ്യാപനം. ഇതോടുകൂടി ആളുകൾ ഈ മേൽപ്പാലത്തിലും താഴെയുള്ള കോണിപ്പടികളിലും തിങ്ങി നിറഞ്ഞു. 3 പ്ലാറ്റ്ഫോമുകൾ ആളുകളെ കൊണ്ട് നിറഞ്ഞ് അനങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഇതാണ് അപകടത്തിന് കാരണം എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നത്. സംഭവം നടക്കുമ്പോൾ പട്നയിലേക്ക് പോകുന്ന മഗധ് എക്സ്പ്രസ് 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിലും ന്യൂഡൽഹി ജമ്മു ഉത്തർ സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ് 15-ാം നമ്പർ പ്ലാറ്റ്ഫോമിലും നിർത്തിയിട്ടിരുന്നു. ഭുവനേശ്വർ രാജധാനി എക്സ്പ്രസ്, സ്വതന്ത്ര സേനാനി എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ വൈകി. കൂടാതെ പ്രയാഗ്രാജിലേക്കുള്ള പ്രത്യേക ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നതായുള്ള അറിയിപ്പ് കൂടി വന്നതോടെ യാത്രക്കാർ പരക്കം പാഞ്ഞു. ഇന്നലെ വൈകിട്ട് ഓരോ മണിക്കൂറിലും 1500ഓളം ജനറൽ ടിക്കറ്റുകളാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വിറ്റഴിച്ചത് എന്ന കണക്കുകൾ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. രാത്രി 10 മണിയോടെ പോലീസ് മൃതദേഹങ്ങൾ LNJP ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. എന്നാൽ 11 മണിക്ക് ശേഷവും അപകടം സംബന്ധിച്ച വാർത്തകൾ അഭ്യൂഹങ്ങളെന്നാണ് റെയിൽവേ വിശേഷിപ്പിച്ചത്. സ്ത്രീകളടക്കം നിലത്ത് വീണ് കിടക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിക്കുമ്പോഴും വലിയ അപകടം നടന്നിട്ടില്ലെന്ന വിശദീകരണമാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ആദ്യം നൽകിയത്. മരിച്ചവർക്ക് അനുശോചനം അറിയിച്ചുള്ള ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ സമൂഹമാധ്യമ പോസ്റ്റ് ആദ്യം വന്നെങ്കിലും പിന്നീട് തിരുത്തി. സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളുമായി രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ രംഗത്തു വന്നു. പ്രധാനമന്ത്രി, രാഷ്ട്രപതി തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബത്തിന് റെയിൽവേ 10 ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ റെയിൽവേയുടെ ഉന്നതതല അന്വേഷണവും ഡൽഹി പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. റെയിൽവേയുടെ അനൗൺസ്മെന്റ് ഉണ്ടാക്കിയ ആശയക്കുഴപ്പവും പ്രയാഗ്രാജിലേക്കുള്ള 3 ട്രെയിനുകൾ വൈകിയതുമാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. തുടർച്ചയായുള്ള ട്രെയിൻ അപകടങ്ങളും റെയിൽവേ പാളങ്ങളിലുള്ള ആളുകളുടെ മരണവും കടുത്ത വിമർശനത്തിന് ഇടയാക്കിയതിനിടെയാണ് രാജ്യതലസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനിൽ ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് മരിക്കാൻ ഇടയായിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആധുനികവൽക്കരണത്തിനും കോടികൾ ചെലവഴിക്കുന്നുവെന്ന് റെയിൽവേ അവകാശപ്പെടുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായി നടപടി വേണം എന്ന ആവശ്യമാണ് യാത്രക്കാരിൽ നിന്നും ഉയരുന്നത്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.